നമസ്കാരം. മുകേഷ് സ്പീക്കിങ്ങിലേക്ക് സ്വാഗതം. മുകേഷ് സ്പീക്കിംഗ് തുടങ്ങിയ കാലം മുതൽ തന്നെ പല ആൾക്കാരും കാര്യം ഞാനിങ്ങനെ 41 കൊല്ലമായി സിനിമയിൽ വന്നിട്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള പല സിനിമാ പ്രവർത്തകരെയും കുറിച്ച് പറയണമെന്ന് വാട്സപ്പിലൂടെ നേരിട്ട് കാണുമ്പോഴും കമൻസിലുമൊക്കെ വരും. അപ്പോൾ അതനുസരിച്ച് ശങ്കറിൻ്റെ കഥ, വേണിച്ചേട്ടൻ്റെ ഒരുപാട് കഥകൾ, പിന്നെ ഇന്നസെൻ്റ് ചേട്ടൻ്റെ കഥകളൊക്കെ അങ്ങനെ ഓർക്കുന്നതനുസരിച്ച് നമ്മൾ പറഞ്ഞു വരുന്നു. പക്ഷെ അന്ന് മുതൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരാൾ റഹ്മാൻ്റെ കഥ പറയണം. റഹ്മാനെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ശരിക്കും ഈ ശങ്കറിൻ്റെ കഥ പറഞ്ഞപ്പോഴും ശങ്കറിൻ്റെ വേറെ തരത്തിലുള്ള ഒരാളാണ് റഹ്മാൻ. ഇന്നസെൻ്റാണ്. ശരിക്കും പല സന്ദർഭങ്ങളിലും പുള്ളി ഇതേ കണക്ക് പെരുമാറും അല്ലെങ്കിൽ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും, അയ്യോ ഇയാൾക്ക് ഇത്ര ഇന്നസെൻ്റ് ആണോ ഇയാൾ. ഇപ്പോൾ റഹ്മാൻ അങ്ങനെ ഇന്നസെൻ്റ് ആയതിൻ്റെ പ്രധാന കാരണം റഹ്മാൻ്റെ സിനിമയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഒരു മുത്തശ്ശി കഥ പോലും നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഒരാളുടെ ജീവിതത്തിൽ വരുമോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അതായത് പത്മരാജൻ ചേട്ടൻ്റെ കൂടെവിടെ എന്ന സിനിമ, മമ്മൂട്ടി, സുഹാസിനി, അതിനകത്ത് മൂന്നാമത്തെ ഒരു റോള്, അതായത് ഊട്ടിയിലൊരു സ്കൂള് പരമായിട്ടും ഒരു ആർമി ഓഫീസർ, കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനി, അതാണ് വളരെ ഫേമസ് ആയിട്ട് കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനി എന്നതിനൊക്കൊന്നും അറിഞ്ഞൂടാ എന്ന് മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗ് വളരെ ഫേമസ് ആയിരുന്നു. അപ്പോൾ ഒരാളിനെയൊക്കെ തീരുമാനിച്ചു ഇവർ ഊട്ടിയിൽ ഷൂട്ടിങ്ങിന് പോകുന്നു. അപ്പം പത്മരാജൻ ചേട്ടൻ്റെ ഏറ്റവും നല്ല സിനിമകളൊരു സിനിമയാണ്. അത് പെർഫെക്ഷൻ്റെ ആൾക്കാരാണ്, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അവിടെ ചെന്ന് ഈ സ്കൂൾ കുട്ടിയായിട്ട്, അപ്പോൾ സ്കൂൾ കുട്ടി നല്ല വളർച്ചയുള്ള ഒരു കുട്ടി, ടീച്ചറാണ് സുഹാസിനി. ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് കല്യാണം കഴിക്കാനിരിക്കുന്ന ആർമി ഓഫീസർ മമ്മൂട്ടിയുമായിട്ടുള്ള സംഘർഷവും നിറഞ്ഞ ഒരു സിനിമ, ഒരു കഥയാണത്. അപ്പോൾ അവിടെ ചെന്ന് ഈ പയ്യൻ എന്തോ ശരിയാകുന്നില്ല. അപ്പം വളരെ സ്മാർട്ടായിട്ട്, വളരെ എനർജറ്റിക്കായിട്ട്, ഭയങ്കര ഗംഭീരമായ സീനുകളുള്ള ഈ ആർമി ഓഫീസറിൻ്റെ അടുത്തൊക്കെ ചൂടാകുന്നതും അയാളെ ഇൻസൾട്ട് ചെയ്യുന്നതും അതിൻ്റെ ഗ്രഡ്ജ് അയാളിൽ ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു മുഴുനീള ശക്തനായൊരു കഥാപാത്രമാണ്. കൊണ്ടുവന്ന പയ്യൻ എന്തോ ഒരു ബൈ മിസ്റ്റേക്ക് എന്തോ ഇതിലേക്ക് ഉയരുന്നില്ല. അപ്പം പത്മരാജൻ ചേട്ടനാണെങ്കിൽ ടെൻഷനായി. കാര്യം ഇയാളെ വെച്ച് തന്നെ അഭിനയിപ്പിക്കണം, പക്ഷേ ഇയാൾ ശരിയാവുന്നുമില്ല, മുന്നോട്ട് പോകുന്നില്ല. എല്ലാവരും മറ്റേ രണ്ടുപേരും ഭയങ്കര ബിസിയാണ്. ഡേറ്റൊക്കെ കുറച്ച് സഫീഷ്യൻ്റായിട്ടുള്ള ഡേറ്റേ ഉള്ളൂ, പക്ഷെ ഒരുപാട് കുഴപ്പമായി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനൊക്കത്തില്ല. അങ്ങനെ എന്ത് ചെയ്യും എന്നാലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ മണിയമ്പിള്ള രാജുവും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അതിനകത്തുണ്ട്. വളരെ സ്പഷ്ടമായിട്ട് പത്മരാജൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പയ്യനെ വെച്ച് ഇത്രയും വലിയൊരു റോള് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം ഓരോ ദിവസം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, അത് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു മോനായിട്ടില്ല എന്ന് മാത്രമല്ല അവൻ ഒന്ന് ഭയന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ പെട്ടെന്നുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും നല്ല സ്കൂളുകൾ ഉള്ള, ലൗഡേൽ എന്നൊക്കെ പറഞ്ഞ സ്കൂളുകളുള്ള ഒരു സ്ഥലമാണ്. വലിയ വലിയ വീടുകളിലൊക്കെ ഉള്ള ആൾക്കാർ വലിയ വലിയ ഫീസുകൾ കൊടുത്ത് കുട്ടികളെ അവിടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന പല സ്കൂളുകളുണ്ട്. എല്ലാവർക്കും നല്ല യൂണിഫോമും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ റെക്സ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. അപ്പോൾ ബൈ ചാൻസിൽ, അതിൻ്റെ കൂടുതൽ ഗഹനമായിട്ട് ഞാൻ ഇറങ്ങുന്നില്ല, ബൈ ചാൻസിൽ റഹ്മാൻ അവിടെ പഠിക്കുകയാണ്. സ്കൂൾ ഫൈനൽ ആ സമയത്ത്, അത്ര പ്രായമേ ഉള്ളൂ. സിനിമയുമായിട്ട് ഒരു ബന്ധവുമില്ല. സിനിമ അഭിനയമെന്നോ സിനിമയിൽ ഒരിക്കലും അഭിനയിക്കുമെന്നോ ഒന്നും പ്രതീക്ഷിക്കാതെ പഠിത്തം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നോട്ടിയായിട്ടുള്ള ആളാണ്. ഒരു അടിച്ചുപൊളി പയ്യനാണ് ആ പ്രായത്തിൽ. അവിടെയൊക്കെ ആ ബോർഡിംഗ് സ്കൂളിലൊക്കെ എത്രമാത്രം അടിച്ചു പൊളിക്കാനൊക്കെ എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും ഒരു നല്ല ജോളി ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു പയ്യനാണ്. കണ്ടെത്തപ്പെടുന്നു, കൊണ്ടുവരുന്നു സിനിമയിൽ അഭിനയിക്കാൻ. അത് വീട്ടിൽ ചോദിക്കണം, വാപ്പായുടെ അടുത്ത് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തന്നെ എന്തൊക്കെയോ
സംഭവങ്ങൾ നൂലാമാലകളൊക്കെ അഴിച്ച് സിനിമ പത്മരാജൻ്റെ സിനിമയിൽ പ്രധാനപ്പെട്ട റോള്, അന്ന് ഹോട്ട് കേക്ക്, അതായത് എല്ലാവരും ആഗ്രഹിക്കുന്ന നായിക സുഹാസിനി, നായകൻ മമ്മൂട്ടി, അതിൻ്റെ കൂടെ ഈക്വൽ റോൾ അഭിനയിക്കാൻ പൊടുന്നനെ നമ്മൾ എന്താ പറയുക മാജിക്ക് പോലെ സിനിമയിലേക്ക് വന്ന ആളാണ് റഹ്മാൻ. അപ്പോൾ റഹ്മാൻ പെട്ടെന്ന് റഹ്മാൻ്റെ കണക്കുള്ള ഒരു പയ്യനെ മലയാളികൾ കണ്ടിട്ടില്ല. അന്നത്തെ കാലത്ത് അത്യാവശ്യം ഡാൻസിങ് ഹീറോസ് വളരെ കുറവാണ്. കാര്യം സിനിമയിൽ അന്നുള്ള എല്ലാ നായകന്മാരും തന്നെ ഡാൻസ് ചെയ്യത്തില്ല. ചെയ്യുന്നവർ ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള ചില സ്റ്റെപ്പുകളൊക്കെ ചെയ്യുന്നതല്ലാതെ ഒരു ആൾ വന്ന്, ഒരു പയ്യൻ വന്ന്, ഒരു എന്താ പറയുക യങ് ഹീറോ വന്നിട്ട് ഗംഭീരമായി ഡാൻസ് ചെയ്യുന്നു, കാണാൻ നല്ല തറവാടിത്തമുള്ള മുഖം, ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് മലയാളികൾ അങ്ങോട്ട് ഏറ്റെടുത്തു. ഇയാൾക്ക് ആ സ്കൂളിലേക്ക് പിന്നെ പോയി അത് പിന്നെ പൂർത്തീകരിക്കാൻ തന്നെ പ്രയാസം വരുന്ന തരത്തിൽ നഷ്ടപ്പെട്ടത് കോളേജ് ഡേയ്സാണ്. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു സമയം, ആ സമയത്തുള്ളൊരു മിംഗ്ലിങ്ങും അതിന് ശേഷം ഉള്ള ഒരു ജീവിതമൊക്കെയാണ് നമ്മളെ പ്രാപ്തരാക്കുന്നത്. എല്ലാവരുമായിട്ട് നല്ലതും ചീത്തയും നമ്മൾ മനസ്സിലാക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും അതിനെ ഓവർകം ചെയ്യുന്നതും ഒക്കെ ഉള്ള ഒരു കാലഘട്ടം മുഴുക്കെ ഇദ്ദേഹം സിനിമയിൽ വാണ്ടഡ് ആക്ടറായിരുന്നു. എല്ലാ സിനിമയിലും റഹ്മാൻ വേണം. ഏറ്റവും നല്ല മോഡേൺ ഡ്രസ്സ് ഇട്ടിട്ട്, ഗൾഫിലാണ് പാരൻസൊക്കെ, ഗൾഫിൽ നിന്ന് ഡ്രസ്സുകൾ വരുന്നു. ആ കാലത്ത് മസ്ഡ എന്ന് പറഞ്ഞിട്ടൊരു ഫോറിൻ കാറ് പിന്നെ റഹ്മാന് മാത്രം, റഹ്മാൻ അത് ഓടിച്ചുകൊണ്ട് വരുന്നു. കാണാൻ തന്നെ ഒരു വലിയ കാഴ്ചയാണ്. പെട്ടെന്നുള്ള എൻ്റെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ, ഒരു സിനിമ ഞങ്ങൾ കോട്ടയത്ത് ഷൂട്ട് ചെയ്യണമെന്ന് ഐഡ ഹോട്ടലിലാണ് എല്ലാവരും താമസിക്കുന്നത്. അപ്പോൾ ഓരോരോ ബാൽക്കണി പോലത്തെ ഓരോ റൂമിലുമുണ്ട്, 3-4 നിലയുണ്ട്. അപ്പോൾ ആൾക്കാർ മുഴുക്കെ താഴെ ഭയങ്കര ബഹളം, മുകളിൽ കേൾക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബഹളം, ആരും പിരിഞ്ഞു പോകുന്നില്ല. അപ്പോൾ സിനിമയിലുള്ള ആൾക്കാർ വന്നിട്ട് പ്രധാന ഹീറോസ് 1-2 പേരുണ്ടായിരുന്നു, അവരെ കാണാനാണ് ഈ ബഹളം വെക്കുന്നതെന്ന് അവരങ്ങ് വിചാരിച്ചു. പുതിയ ആളാണ് റഹ്മാനെ കാണാൻ വേണ്ടി ഇത്രയും ആളുകൾ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ അവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ നിർബന്ധിച്ച്, അപ്പം നായകന്മാർ പറഞ്ഞേ നമ്മൾ വിശ്രമിക്കുകയാണ്, ഈ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ്, അതല്ല അവരങ്ങ് പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ അവിടെ ട്രാഫിക്കിൻ്റെ ഭയങ്കര പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 2 പേരും വന്നിട്ട് കൈ കാണിച്ചപ്പോൾ താഴെ നിന്ന ആൾക്കാർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിങ്ങളല്ല റഹ്മാനെ കാണണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. റഹ്മാൻ വന്ന് കൈ ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് ആളുകളെല്ലാം കൂടെ ഭയങ്കരമായിട്ട് സന്തോഷമാണ്. അപ്പോൾ അത്രമാത്രം ഒരു വാണ്ടഡ് ആളായിരുന്നു റഹ്മാൻ. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ റഹ്മാനെ പറ്റിയല്ല, റഹ്മാൻ നഷ്ടപ്പെട്ട ആ ഒരു കാലം എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്ത് എന്താ പറയുക മെച്ചുവറായിട്ട് എല്ലാ കള്ളത്തരങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്ന ഒരു അനുഭവം കുറവായിരുന്നു റഹ്മാൻ. അപ്പോൾ അതിൻ്റെ ചില നിഷ്കളങ്കതയുടെ, പാവം ക്രൂരൻ എന്നൊക്കെ പറയുന്ന പോലെ നിഷ്കളങ്കതയുടെ തമാശകൾ, ഓർമ്മകൾ ആണ് ഞാൻ പങ്കുവെക്കുന്നത്. ആദ്യത്തെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ JC കുറ്റിക്കാട് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ടായിരുന്നു. JC അദ്ദേഹം സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ട് ഒരുപാട് സിനിമകളെടുത്ത് അവൾ വിശ്വസ്തയായിരുന്നു, ജയനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഡയറക്ടറാണ്. ഞാനും അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം നടനായിരുന്നു, നാടക സംവിധായകനായിരുന്നു. സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞതിന് ശേഷം 7 രാത്രികൾ, അടിമകൾ എന്നൊക്കെ സിനിമയിൽ പ്രധാനപ്പെട്ട നല്ല വേഷങ്ങൾ അഭിനയിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഡയറക്ടറായത്. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ, സോമേട്ടൻ്റെയും സുകുമാരേട്ടൻ്റെയും ഒക്കെ പ്രധാന ഡയറക്ടറായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനും റഹ്മാനും ഒക്കെ ഉള്ള ഒരു സിനിമ ബോൾഗാട്ടി പാലസിലാണ് ഷൂട്ടിങ്. അപ്പം ബോൾഗാട്ടി പാലസിൽ 2ാമത്തെ നിലയിൽ പിന്നെ വരാന്തയിൽ ഞങ്ങളിരിക്കുകയാണ്. ഇപ്പോൾ റഹ്മാൻ താഴെ നിന്നൊക്കെ ആൾക്കാർ റഹ്മാനെ കൈ കാണിക്കും. റഹ്മാൻ അന്നത്തെ കാലത്ത് തന്നെ ഏറ്റവും ഫാഷനബിളായിട്ടുള്ള ജീൻസും ടോപ്പും ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം റഹ്മാൻ അവിടെ, പക്ഷേ വളരെ വിനയനും വളരെ ശാന്തസ്വരൂപനും എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നൊക്കെ ഒരാളാണ്. അതൊക്കെ അതിനറിയാം. അങ്ങനെ ആരുടെ മിസ്ബിഹേവ് ചെയ്യുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം
ജയ് സാർ അവിടെ ഇരിക്കുകയാണ്, ഞാനവിടെ നിൽക്കുന്നു. റഹ്മാൻ പേയ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ജയ് സാർ പറഞ്ഞു, ഒരു ചായയും കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഡക്ഷൻ ബോയ് ഓടി. അപ്പം ഞാൻ വന്നതിന് ശേഷം മൂന്നാമത്തെ ചായയാണ് ജയ് സാർ കുടിക്കുന്നത്. ജയ് സാർ എപ്പോഴും ചായ ചോദിക്കും. ഞാൻ അതിങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് നാടകത്തിലായിരുന്നപ്പോഴൊക്കെ ഒരു ചായ കുടിച്ചിട്ട് വരാം എന്നൊക്കെ എപ്പോഴും പറയുന്ന പോലെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു തമാശയ്ക്ക് ജയ് സാർ ഇപ്പം ഞാൻ വന്നതിന് ശേഷം മൂന്നാമത്തെ ചായയാണ്, ഭയങ്കര ചായ കുടിയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജയ് സാർ അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇല്ല, അമേരിക്കയിൽ ജനിച്ച് വളർന്നതുകൊണ്ടേ ചായ ഇങ്ങനെ കുടിക്കുന്ന ശീലം അവിടെ വച്ചേ ഉണ്ട്. കാര്യം അവിടെ ഞങ്ങൾ അമേരിക്കൻസ് എല്ലാവരും ചായ ഭയങ്കര വീക്ക്നെസ്സാണ്, അതങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല, അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പോലും മാറ്റാൻ പറ്റുന്നില്ല. അതൊരു തമാശയാണെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. ഇദ്ദേഹം അവിടെ അയ്യപ്പൻകാവിൻ്റെ അടുത്തുള്ള ഒരാളാണെന്നും ഇവിടുത്തെ ഒരു നാടക നടനായിരുന്നു, അവിടെ നിന്ന് കയറി വന്ന എല്ലാവർക്കും അറിയാം. ഈ റഹ്മാൻ, സാർ അമേരിക്കനാണെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല, ആരും പറഞ്ഞില്ല. സാറപ്പോൾ അമേരിക്കയിലാണോ ജനിച്ചു വളർന്നത്? അപ്പം റഹ്മാന് അമേരിക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു ഭയങ്കര ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്. സാറേ അത് പറ, സാറ് ചായ കുടിക്കുന്നൊക്കെ അമേരിക്കയിൽ ജനിച്ചു വളർന്നത് കൊണ്ടും അവിടുത്തെ ശീലവുമാണല്ലേ, ആരും പറഞ്ഞില്ല, മുകേഷിനെ അറിയായിരുന്നു, എനിക്കറിഞ്ഞൂടായിരുന്നു. ഒരു സൈലൻസ് വന്നപ്പം ജയസി സാർ പറഞ്ഞു, താഴോട്ട് ചാടിച്ചാവും, നീ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നീ ഒരു ഹീറോ ആണ്, അത് മനസ്സിലാക്കണം. അമേരിക്കയോ? അല്ലേ? ഞാൻ പറഞ്ഞത്, റഹ്മാനെ അത് തമാശ പറഞ്ഞല്ലേ, എന്നാൽ യു ഷുഡ് ടെൽ മീ ബിഫോർ, ഞാനൊരു കോമഡി പറയാൻ പോകുകയാണെന്ന്. അല്ലേ, നമ്മളെങ്ങനെ അറിയും? ഇതിൽ നിന്ന് തന്നെ ശരിക്കും റഹ്മാൻ ആരാണ്, എന്താണ്, അല്ലെ റഹ്മാൻ്റെ ഒരു നേച്ചർ നമുക്ക് മനസ്സിലാകില്ല. റഹ്മാൻ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ വേറൊരു പ്രധാനപ്പെട്ട കഥയിലേക്ക് പോകാം. അടുത്ത കാലത്ത് റഹ്മാൻ്റെ മകള് കല്യാണം കഴിച്ചത് കൊല്ലത്താണ്. കൊല്ലത്തെന്ന് പറഞ്ഞാൽ എൻ്റെ മണ്ഡലമല്ല, കുറച്ച് ദൂരെയാണ്, എന്നാലും കൊല്ലമാണ്, അവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ ഇയാളെന്നെ കല്യാണത്തിന് വിളിച്ചു. എൻ്റെ മകളുടെ കല്യാണമാണ്, നമുക്കറിയാമല്ലോ, എൻ്റെ കല്യാണത്തിന് മുമ്പേ തന്നെ നമ്മൾ ഫ്രണ്ട്സാണ്. അത് കഴിഞ്ഞ് കല്യാണം, അത് കഴിഞ്ഞ് കുട്ടികൾ 2 പേര് ഇങ്ങനെ വളർന്നു വന്നു. മൂത്തവൾ ഇന്ന് കല്യാണ പ്രായമായി, കല്യാണം കഴിക്കുകയാണ്, നീ വേണം, നീ വന്ന് തന്നെ ആവണം. ഞാൻ പറഞ്ഞു, ഞാൻ മാക്സിമം, നീ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ്, ചെന്നൈയിൽ വരെ വരണ്ടേ, ഞാനിവിടെ നിയമസഭയുള്ള സമയമാണ്, 2 ദിവസം എടുക്കത്തില്ല, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ ഇവിടെ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല. ഇയാൾക്ക് വലിയ പരാതിയായി. പരാതിയായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇതിനി പെൺകുട്ടിയുടെ വീട്ടിൽ, മകളുടെ ഈ ഭർത്തൃ വീട്ടിൽ വെച്ചിട്ടൊരു പാർട്ടിയുണ്ട്, അതിന് അവർ എല്ലാവരും വിളിക്കുന്നുണ്ട്, ഞാനും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നുണ്ട്, അതിന് നീ വരും. ഞാൻ പറഞ്ഞ്, വരും, വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാനൊരു തമാശയാണെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ്, വരാം, അല്ല നീ വന്നില്ലെങ്കിൽ നീ അനുഭവിക്കും. ഞാൻ പറഞ്ഞ്, എന്താണ് അങ്ങനെ പറഞ്ഞത്? നീ വരും, വന്നിരിക്കും. ഞാൻ പറഞ്ഞ്, അങ്ങനെ തറപ്പിച്ച് പറഞ്ഞ്, ഞാൻ എന്തായാലും വരും, നിനക്കറിയാമോ നീ വരുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. ഞാൻ എന്താ, നീ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടുകാരുടെ ഒരു വോട്ടും നിനക്ക് തരത്തില്ല. നീ അടുത്ത പ്രാവശ്യം നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വോട്ട് കൊണ്ടായിരിക്കും നീ ജയിക്കാൻ പോകുന്നത്. അത്രമാത്രം റിലേറ്റീവ്സ് ഉണ്ട്, ഒരൊറ്റ വോട്ട് നിനക്ക് തരത്തില്ല, നോക്കിക്കോ. ഞാൻ ചിരിച്ച് അപ്പം മനസ്സിലായി, നീ യു ആർ എ പൊളിറ്റീഷ്യൻ, നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നാമത്തെ കാര്യം എൻ്റെ മണ്ഡലമല്ല, രണ്ടാമത്തെ കാര്യം ആരെങ്കിലും ഇങ്ങനെ കല്യാണത്തിന് വന്നില്ലേ വോട്ട് ചെയ്യത്തില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷേ ഞാൻ കല്യാണത്തിന് ചെല്ലുന്നു, എല്ലാവരും നിൽക്കുമ്പം റഹ്മാൻ പറയുന്നു, ഇവൻ വരും എന്നുള്ളത് ഞാൻ തറപ്പിച്ച് പറഞ്ഞതിൻ്റെ കാര്യം എന്നറിയാം. ഉടനെ എല്ലാവരും പറഞ്ഞു, അതെ, എല്ലായിടത്തും പറഞ്ഞു മുകേഷ് വരും, മുകേഷ് വരാതിരിക്കത്തില്ല, അവനെ എനിക്ക് എത്ര കൊല്ലമായിട്ട് അറിയാം, അവനിപ്പോൾ സിനിമാ നടൻ മാത്രമല്ല രാഷ്ട്രീയക്കാരനുമാണ്, അതുകൊണ്ട് എന്തായാലും വരും. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ മറ്റേത് പറഞ്ഞ തമാശയായിട്ട് ഞാൻ മറന്നുപോയി. അപ്പോഴേ വീണ്ടും എനിക്ക് ഇവൻ എന്താ ഇത്ര
അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തായിരുന്നു റഹ്മാൻ കാരണം, മുകേഷ് വന്ന് തന്നെയാവും, വരും എന്നൊക്കെ ഇയാൾ 2 ദിവസമായിട്ട് പറയുന്നുള്ളൂ, എന്താണ്? അപ്പം റഹ്മാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പറയട്ടെ. ഞാൻ പറഞ്ഞു എനിക്കെന്താന്ന് പറഞ്ഞുകൂടാ, നീ പറയാൻ എന്തായാലും ഞാനിവിടെ അറിയട്ടെ. ഞാൻ അവസാനത്തെ ആയുധമെടുത്ത്, ഇവൻ ചെന്നൈയിൽ വന്നില്ല, അവസാനത്തെ ആയുധമെടുത്തത് ഒന്നെല്ലാവരും എന്താണ് ആയുധം? അപ്പം എനിക്ക് പറഞ്ഞൂടെ എന്താണ് ആയുധം? ഞാൻ പറഞ്ഞു, നീ ഇനി ഇലക്ഷനിൽ നിന്ന് നമ്മുടെ എത്രയോ വോട്ടുണ്ട് ഈ ഫാമിലിയിൽ, ഒറ്റയാൾ വോട്ട് തരത്തില്ലെന്ന് പറഞ്ഞു. അതിൽ വരണ്ടല്ലേ ഇവൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ചു. ഞാൻ റഹ്മാനെ തന്നെ നോക്കി നിൽക്കുകയാണ്. നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ, നീ ഇത് ഇങ്ങനെ പറഞ്ഞ് ആരെങ്കിലും വിരട്ടാൻ പറ്റുമോ? പക്ഷേ റഹ്മാൻ അങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് ഇപ്പോഴും വിചാരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിഷ്കളങ്കനായതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. എങ്ങനെയാണ്, എപ്പോഴാണ്, എന്താണെന്ന് പറയുന്നതെന്ന് പറയാനൊക്കത്തില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നസീർ സാറിൻ്റെ മകൻ ഷാനവാസ് റഹ്മാനൊക്കെ വളരെ അടുത്ത ഫ്രണ്ട്സാണ്. എല്ലാവരും ഷാനവാസിനോട് പ്രത്യേക സ്നേഹവും ബഹുമാനവും. കാരണം പ്രേം നസീറിൻ്റെ മകനാണ്. ഇപ്പം നസീർ സാറിനെ ആരാധിക്കാത്ത ആരും ആ കാലഘട്ടത്തിൽ ഇന്നുമില്ല. ഈ അഭിനേതാവെന്ന നിലയിലും മനുഷ്യനെന്ന നിലയിലും. ഞാൻ നസീർ സാറിൻ്റെ തന്നെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പറയാത്ത കഥകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഷാനവാസ് ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഷാനവാസിനൊരു ഫിയറ്റ് കാറുണ്ട്. ഫിയറ്റ് കാറിനകത്ത് തന്നെ ചെറിയ ഫ്രിഡ്ജൊക്കെ ഉള്ള, ഭയങ്കര എക്സ്ട്രാ ഫിറ്റിങ്സും അതും ഇതുമൊക്കെ ഉള്ള, ഫുൾ കണ്ടു കഴിഞ്ഞാൽ ഇതാരുടെ കാറ് എന്ന് എനിക്ക് ഫിയറ്റാണ് പ്രധാനമായിട്ടും ലക്ഷറി കാറെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം സിനിമയിലും അഭിനയിക്കുന്നുണ്ട്, ലൊക്കേഷനിലൊക്കെ വരും. വൈകുന്നേരങ്ങളിൽ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ, എല്ലാവരും താമസിക്കുന്ന വുഡ്ലാൻഡ്സിലോ പാം ഗ്രോവിലോ രഞ്ജിത്തിലോ, ഈ 3 സ്ഥലത്താണ് നമ്മൾ മലയാള സിനിമാക്കാരെല്ലാവരും താമസിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് ഷൂട്ടിംഗ് കാണും, എന്നാൽ ഷൂട്ടിംഗ് കാണാത്തവർ കാണും. അപ്പോൾ ഇവരുടെ ആ ചെന്നൈയിലുള്ള എല്ലാവരും അവിടെ കൂടും. പിന്നെ തമാശ പറഞ്ഞ് സൊറ പറഞ്ഞിരുന്നു, ചിലപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കും. അങ്ങനെ ഒരു കാലഘട്ടമാണ്. അപ്പം ഷാനവാസ് ഒരു സ്വല്പം ഡിമ്മായി നിൽക്കുകയാണ്. ഷാനവാസിൻ്റെ 3-4 സിനിമകൾ, അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ കയറി വരുന്നതേ ഉള്ളൂ. ഷാനവാസിൻ്റെ 3-4 സിനിമകൾ നല്ല പോലെ ഓടിയില്ല. അപ്പം ഇങ്ങനെ ഒരു ചെറിയ ടോക്ക്, ഷാനവാസിന് ഇച്ചിരി ഒരു മോശക്കാലമാണ്, നല്ല ഒരു സ്ട്രോങ് ക്യാരക്ടറുമായിട്ട് തിരിച്ചു വരേണ്ടതായിട്ട്. അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ, മമ്മൂട്ടിയുടെ ആയാലും മോഹൻലാലിൻ്റെ ആയാലും എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു കാലഘട്ടം വരും. ഒരു കറുത്ത മേഘങ്ങൾ എന്ന് പറയും, ബ്ലാക്ക് ക്ലൗഡ്സ് ഉള്ളവർ, അതങ്ങ് മാറിപ്പോകും, പിന്നെയും വരും. പക്ഷേ ഷാനവാസ് ഈ പറഞ്ഞതുപോലെ നസീർ സാറിൻ്റെ മകനാണ്. ഒരു കാശുകാരനായിട്ട്, കാശൊക്കെ സമ്പാദിച്ച ഒരു ഫാമിലിയിലുള്ള ഒരാളായിട്ടൊക്കെയാണ് നമ്മളൊക്കെ തുടക്കക്കാരാണ്. പക്ഷേ അദ്ദേഹത്തിനെക്കുറിച്ചുള്ള ഒരു ബ്ലാക്ക് മാർക്കെന്ന് പറയാൻ പറ്റത്തില്ല, അനാവശ്യമായിട്ട് കാശ് ചിലവാക്കത്തില്ല. അതുകൊണ്ട് തന്നെ പലരും പിശുക്കനാ, നമ്മൾ വിചാരിക്കും ഷാനവാസ് ഭയങ്കര അടിച്ചു പൊളിക്കും, കാറും അതും ഇതും കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ അങ്ങനെ പൈസ ഒരുപാട് ചിലവാക്കിയിട്ടുള്ള പൊളിപ്പൊന്നുമില്ല. അദ്ദേഹം വരും, അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കും. ലാവിഷ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ചെറിയ ചീത്തപ്പേര് എന്തെങ്കിലും പറയണമല്ലോ, അതുകൊണ്ട് ഷാനവാസിനെ പറ്റി പറയും. ഷാനവാസ് പറയുമ്പോൾ സൂക്ഷിക്കണം, ഭയങ്കര പിശുക്കനാ, ചുമ്മാ ഒന്ന് പറയും, ഒരു സുഖം. അപ്പം അതിൻ്റെ സത്യമെന്ന് പറയുന്നത് അദ്ദേഹം അനാവശ്യമായിട്ട് കാശ് ചിലവാക്കത്തില്ല, നല്ലതാണ്. ഇപ്പോഴത്തെ തിരിഞ്ഞു നോക്കുമ്പം അതെല്ലാം പ്ലസ് പോയിൻ്റാണ്. അടിച്ചു പൊളിച്ച് ഒരു കൊല്ലം കൊണ്ട് കയ്യിരിക്കുന്ന കാശ് കളഞ്ഞിട്ട് അയ്യോ ഒന്നും ഇല്ലെന്ന് പറയുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ്. വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ അങ്ങനെ ഒരു ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകാതെ അത് ഒരു ബുദ്ധിപൂർവ്വം ചിലവാക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഒരു ദിവസം ഞാൻ രഞ്ജിത്ത് ഹോട്ടലിൽ താമസിക്കുന്നു. കഥയിലൊരു തട്ട് കേൾക്കുന്നു. തുറന്നു നോക്കുമ്പോൾ ഷാനവാസ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഷാനവാസ് എൻ്റെ മുറിയിൽ വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഷാനു, അപ്പോൾ നമ്മളെല്ലാം ഷാനു എന്നാണ് വിളിക്കും. ഷാനു വാ ഇരി. അല്ല, മുകേഷ് ഇവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞു ഞാനുണ്ടെന്നറിഞ്ഞിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നു. പുള്ളി പറഞ്ഞു അതെ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ പിന്നെ ബാക്കിയുള്ളവരെ പോലെയല്ല. നിങ്ങൾ ഒന്നാമത് എൻ്റെ ഫാദറിനെ ഭയങ്കര ബഹുമാനം, ഞാൻ സംസാരത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയുള്ള കഥകളൊക്കെ നിങ്ങൾ പറയും. ഞാൻ പറഞ്ഞു അതെ അതെ അതെ. അപ്പം എനിക്കെന്തോ ചെറിയൊരു ആഗ്രഹം. ചേച്ചി എന്താണ്? ഇന്ന് വൈകുന്നേരം ഫ്രീ ആണോ? ഞാൻ പറഞ്ഞു എനിക്ക് വൈകുന്നേരം ഷൂട്ടിംഗ് ഇല്ല, എനിക്ക് നാളെ ഉള്ളു ഷൂട്ടിങ്.
അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇന്ന് പുറത്തു പോകുന്നു. ഞാൻ പറഞ്ഞു സത്യം, ഞാനൊരു 7 മണിയാകുമ്പം വരും. താഴെ വന്നിട്ട് ഞാൻ റൂമിലോട്ട് വിളിക്കും, ഇറങ്ങി വന്നാൽ റെഡിയായി തോന്നണം, വേറെ പ്ലാനൊന്നും എടുക്കരുത്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇന്ന് ഷാനവാസിൻ്റെ കൂടെ. ഞാൻ പിന്നെ പകൽ കുറേ സമയമുണ്ട്, ഞാൻ കുറേ പേരുടെ അടുത്തൊക്കെ പറഞ്ഞു ഞാൻ ഇന്ന് വൈകുന്നേരം കാണത്തില്ല. നസീർ സാറിൻ്റെ മകൻ ഷാനവാസല്ലേ, ഷാനവാസും ഞാനും കൂടെ ഇങ്ങനെ പുറത്ത് പോകാണ്. എനിക്ക് തോന്നുന്നത് താജ് ഹോട്ടലായിരിക്കും തോന്നുന്നു പുള്ളിയാണ് കൊണ്ടുപോകുന്നത്. പുള്ളിയാണോ കൊണ്ടുപോകുന്നത് പലരും? എന്ത് കാശെടുത്തണ്ണേ പിശുകനാ. ഞാൻ പറഞ്ഞേ അദ്ദേഹം എൻ്റെ റൂമിൽ വന്നിട്ട് എന്നെ വിളിച്ചതല്ലേ. അതൊക്കെ ശരിയാണ്, എങ്കിലും നീയായിട്ട് അങ്ങനെ കുത്തിപ്പോക്കി 5 സ്റ്റാറിലോട്ടൊന്നും കൊണ്ടുപോകണ്ട. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നതാണ് നിൻ്റെ തടിക്ക് പിന്നെ ഗുണം. അപ്പം ഞാൻ പറഞ്ഞ അതൊന്ന് ഞാൻ അറിയുന്നില്ല, അദ്ദേഹം കൊണ്ടുപോട്ടെ. അങ്ങനെ ഒരു 7 മണിയായി. 6:45 ഞാൻ പേഴ്സ് എടുത്ത് എണ്ണി എൻ്റെ കയ്യിൽ. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി എത്ര 5 സ്റ്റാർ ആണെങ്കിലും ശരി, ഒരു 500-600 രൂപയ്ക്ക് ഒക്കെ അകത്ത് നിൽക്കത്ത ഭക്ഷണമേ ഉള്ളൂ. ഇനി എന്ത് കഴിച്ചാലും 1000 രൂപ എന്ന് പറഞ്ഞാൽ ലാവിഷാണ്. ഞാൻ ഒരു 1500 രൂപ എടുത്ത് വെച്ചു. ഇൻ കേസ് ഇവന്മാർ പറയുന്നത് പോലെ എന്തെങ്കിലും പിശുക്കതരം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പമാകണ്ട എന്ന് പറഞ്ഞിട്ട് വെച്ചു. താഴെ നിന്ന് ഫോൺ വന്നു. ഷാനവാസ് സാർ വന്നിരിക്കുന്നു. അപ്പോൾ അവിടെ മലയാളികളാണ്. ഞാൻ പറഞ്ഞാൽ ഇപ്പം റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നുകൂടെ കയറി ഞുള്ളിപ്പറക്കി 500 രൂപയും കൂടെ എടുത്ത് വെച്ച്. നീ ചിലപ്പോൾ പറയാനൊക്കത്തില്ല, പുള്ളിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലോ, അപ്പം കുറച്ച് കൂടിപ്പോയാൽ നാണക്കേടല്ലേ. അങ്ങനെ 2000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ വലിയ എമൗണ്ടാണ്. പോക്കറ്റ് വെച്ച് താഴെ വന്നു. അദ്ദേഹം ചരിത്ര പ്രസിദ്ധമായ നമ്മൾ കേട്ടിട്ടുള്ളൂ, ഞാൻ ആദ്യമായിട്ട് കയറുന്ന അദ്ദേഹത്തിൻ്റെ കാറിൽ. അപ്പം ഞാൻ പറഞ്ഞു ഫ്രിഡ്ജുണ്ടോ? നമ്മൾ ചെറിയൊരു ഇതുപോലെ അതിനകത്ത് വെള്ളം, ഈ ലോങ് ട്രിപ്പിനൊക്കെ പോകുമ്പോഴത്തേക്ക് വെള്ളം അതിനകത്തോട്ട് കയറ്റി വെച്ച് അടച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഐസ് വാട്ടറായിട്ട് തിരിച്ചു വരും. അപ്പോൾ അത് പിന്നെ ഏറ്റവും നല്ല പിന്നെ റേഡിയോ, മറ്റേ പ്ലെയർ, ഇംഗ്ലീഷ് പാട്ടുകൾ, മറ്റേത് മറിച്ചത് എല്ലാം സെറ്റപ്പ് കംപ്ലീറ്റ്. കറുപ്പ് എ സി കാറാണ്. അതിനകത്ത് കുറച്ച് ഭയങ്കര വർക്കുകളും കാര്യങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. വേറൊരു ലോകത്ത് സഞ്ചരിക്കുന്ന ഒരു എഫക്റ്റ്, നല്ല സ്മെല്ലും. അപ്പോൾ അതൊന്നും നമ്മുടെ കാറിലൊന്നും അങ്ങനെ കാറിനകത്ത് വെക്കുന്ന ഒരു പെർഫ്യൂം ഇറങ്ങിയിട്ടില്ലേ. ഇദ്ദേഹം കണ്ട സിംഗപ്പൂരിൽ നിന്ന് കണ്ട വരുത്തിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല സ്മെല്ലുണ്ട്. പറ, സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് പറ, എവിടെ പോകണം? ഞാൻ പറഞ്ഞതെല്ലാം ഷാനവാസ് തീരുമാനിച്ചാൽ മതി. താജിൽ പോകാം. പെട്ടെന്ന് ഓർമ്മ വന്നു. സൂക്ഷിച്ചോളണം. ഞാൻ പറഞ്ഞു താജിൽ ഈ അടുത്ത സമയത്ത് നമ്മൾ പോയിട്ട് ഫുഡ് പോരാ. താജിലോ? ഞാൻ പറഞ്ഞു അതെ, ഇപ്പം പല അന്നത്തെ ദിവസമായിരിക്കും. ഞാൻ പതുക്കെ ഊരി. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു അടുത്തെങ്ങനെ പോകാം നമുക്ക്. അപ്പോൾ അവിടെ വിക്ടോറിയ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരു സൈഡിൽ പിന്നെ ചൈനീസ്, മറു സൈഡിൽ ഇന്ത്യൻ. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്, ചൈനീസ് വേണോ? അപ്പോൾ ചൈനീസ് ഭയങ്കര ലക്ഷറിയാന്ന്. ഞാൻ പോക്കറ്റിൽ ഒന്നുകൂടെ തപ്പി 2000 ഉണ്ട് ചൈനീസ് കാര്യം. പിന്നീട് മുഴുക്ക ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ചിലവാക്കുന്നു. നമ്മൾ ഷാനവാസിനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ബില്ല് ഞാൻ കൊടുക്കുന്നു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ലല്ലോ. അങ്ങനെ അവിടെ ചെന്നു. ഷാനവാസ് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് എല്ലാവർക്കും അറിയാം. ബാക്കിൽ ഒരു മൂലയ്ക്ക് വന്നിട്ട് റെസ്റ്റോറൻറ്റ്, നല്ല ഡിം ലൈറ്റാണ്. എന്താ വേണ്ടത് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു ഇവിടത്തേക്ക് ഒരു രീതി നമുക്ക് കൂടെ അറിയാവുന്ന ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, പിന്നെ ചില്ലി ചിക്കൻ. അപ്പം ഷാനവാസ് തന്നെ ഓർഡർ ചെയ്തോളൂ. അപ്പോൾ ഷാനവാസ് എന്തോ ഒരു മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് മിക്സ്, ആ സോസ് വേണം. അപ്പോൾ സ്ഥിരമായിട്ട് പോകുന്നവർക്ക് അതൊക്കെ അറിയാനൊക്കെ. അപ്പം ഞാൻ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് ഇതെല്ലാം കണ്ടിട്ട് ഒന്നും കൂടെ പേഴ്സിൽ നോക്കി. ഉണ്ടല്ലോ സാധനം 2000. അപ്പം ഞാൻ ഇങ്ങനെ കണക്ക് കൂട്ടാണ്. അതിനെങ്ങനെ പോയാലും ഒരു 100 രൂപ, 150 രൂപ. മറ്റേത് ഇനിയിപ്പം കൂടുതൽ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ പോയാലും ഒരു 600 രൂപയ്ക്ക് അകത്തേ നിൽക്കുന്നുള്ളൂ. വന്നു കഴിച്ചു തുടങ്ങിയപ്പം പെട്ടെന്ന് ഞാൻ ഷാനവാസിനെ ഇങ്ങനെ നോക്കി. ഷാനവാസിൻ്റെ മുഖം
ഭയങ്കരമായി സീരിയസ് ആയി. മുകേഷ്, ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ഞാൻ വിളിച്ചു, ദൈവമേ, എന്നെപ്പറ്റി എന്തെങ്കിലും അനാവശ്യം പോയി പറഞ്ഞു കൊടുത്തോ, ഇയാളെ ഇനി മോശമായിട്ട് എവിടെയെങ്കിലും പറഞ്ഞെന്നോ കാണാം തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ? ഞാൻ ചോദിച്ചു, എന്താണ് ഷാനവാസ്? അന്ന് 1985 6 7 അതെനിക്ക് നല്ല ഓർമ്മയില്ല, 85 ആകാനാണ് സാധ്യത, അല്ലെങ്കിൽ 86. 1987 ഞാൻ പറഞ്ഞു, യെസ് 1987. അപ്പം എനിക്ക് മനസ്സിലായി 1987 പുള്ളി തിരിച്ചു വരും എന്ന് ആയിരിക്കണം ഉദ്ദേശിച്ചത്. കാര്യം വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ 1987 എന്ത് സംഭവിക്കും? അതല്ലെങ്കിൽ 1987 എന്താ പ്രത്യേകത? അതും അല്ലെങ്കിൽ 1987 ഷാനവാസിൻ്റെ വർഷം, ഇതിലേതെങ്കിലും ഒന്ന് പറയണം. പക്ഷേ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നത്, ഇതൊരു കോമഡി സ്മരണയായിട്ട് കൊണ്ടുപോയാലോ? ഇത് നമ്മൾ എങ്ങനെ ഇതിനകത്ത് കോമഡി ഉണ്ടാക്കാം എന്ന് പെട്ടെന്ന് അന്നത്തെ കാലത്ത് തന്നെ ഞാൻ ചിന്തിച്ചു. വീണ്ടും ഷാനവാസ് പറഞ്ഞു, മുകേഷ്, 1987 എന്നാൽ ഞാൻ 87. ഷാനവാസ്, ഇവൻ്റെ മറുപടി ഇങ്ങനെയല്ലല്ലോ, ഈ മറുപടി അല്ലല്ലോ. വീണ്ടും കഴിക്കുന്നു. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പം 1987 എന്നാൽ ഞാൻ 1987. വീണ്ടും നൂഡിൽസ് കഴിക്കുന്നു, ചിക്കൻ എടുക്കുന്നു. അപ്പോൾ എനിക്ക് പതുക്കെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഷാനവാസ് ഒരു കൺഫ്യൂഷനുണ്ട്. ഇവനതിനെ 1987 പറയുന്നത് ഞാനില്ലേ പറയണ്ടത്? അങ്ങനെയൊക്കെ എന്തൊക്കെയോ. ഞാൻ ഒന്നും മുഖം കൊടുക്കാൻ പോയില്ല. ബില്ല് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കൊടുക്കാം. ഞാൻ കൊണ്ടുവന്ന് വിളിച്ചോണ്ട് വന്നിട്ട് ഞാൻ എൻ്റെ ഗസ്റ്റാണ്, മുകേഷ് തുടരുത്. അത് ആയിക്കൊണ്ടല്ലോ. അപ്പം ഞാൻ പെട്ടെന്ന്, ഈ ആൾക്കാരെന്തൊക്കെ നുണകളാണ് പറയുന്നത് ഒരു മനുഷ്യനെ പറ്റി. പാവം മനുഷ്യൻ എങ്ങനെ പോയാലും ഒരു 10-600 രൂപയായി കാണും, സ്വന്തമായിട്ട് കൊടുക്കുന്നു, പൂളിങ് പോലും ഇല്ല. ഇയാളെപ്പറ്റിയാണല്ലോ നമ്മളിങ്ങനെ തെറ്റിദ്ധരിച്ചത്, കഷ്ടമായിപ്പോയി എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുമ്പോഴത്തേക്ക് പുള്ളി പൈസ എടുത്ത് കൊടുക്കുന്നു, ടിപ്പ് കൊടുക്കുന്നു. ടിപ്പ് നല്ല തെറ്റില്ലാത്തത്. അപ്പോൾ എന്തായാലും ഇയാൾ പിശിക്കലാന്ന് പറയുന്നത് വെറുതെ ആയിരിക്കുന്നു ഞാൻ വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം ടൂത്ത് പീക്കും മറ്റേതെല്ലാം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ വീണ്ടും നേരത്തെ തന്നെ കാട്ടിയും സീരിയസ് ആയിട്ട് ഷാനവാസ് പറഞ്ഞു. ഡയലോഗ് കുറച്ച് കുറഞ്ഞ്, വികാരം കൂടിയിട്ട് 19 എന്ന് പറഞ്ഞാൽ ഞാൻ 87. ഷാനവാസ്, നമ്മൾ പോവാം. ഈ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഈ 1987 3 തരത്തിൽ പറഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ ഒരു ഡയലോഗും വന്നില്ല. എനിക്ക് ഇത് ആരുടെയും പറയണം, ചിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടെ രഞ്ജി തോട്ടലിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ ഇറങ്ങി. അപ്പോൾ പുള്ളി ഞെക്കിക്കഴിഞ്ഞാണ് ഗ്ലാസ് ഇതാക്കുന്നത്, എല്ലാവർക്കും ഇല്ലത്. ഞെക്കിക്കഴിഞ്ഞപ്പം ഗ്ലാസ് തന്നു. അവിടെ ഇരുന്നിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് ഗിയർ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു 1987. ഞാൻ പറഞ്ഞു 1987, ഗുഡ് നൈറ്റ്. എന്താണ് 1987 എന്നുള്ളത് ഇതുവരെ അജ്ഞാതമാണ്. കുറേ കാലത്തിന് ശേഷം ഞാൻ ഈ സംഭവം റഹ്മാനുള്ള ഒരു സ്ഥലത്ത് ഇത് പറയുന്നു. റഹ്മാൻ ഷാനവാസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഷാനവാസിനെ പറ്റി ബെസ്റ്റ് ഫ്രണ്ട്സിനെ കളിയാക്കാൻ എന്തെങ്കിലും ചാൻസ് കിട്ടുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് കേൾക്കുമല്ലോ. അപ്പോൾ ഷാനവാസ് റഹ്മാൻ എങ്ങനെ കറക്റ്റ് 3 സ്ഥലത്ത് എപ്പോഴൊക്കെയാണ് പറഞ്ഞത് 1987 എങ്ങനെയാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ചു. അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഭയങ്കര എന്നാലും അവനെ കൊണ്ട് നീ എന്താണ് പറയിപ്പിക്കാതിരുന്നത്? പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും നാളെയും തീരത്തില്ലെന്ന് എനിക്കറിയാം. 1987 എന്തൊക്കെയാണ് ഇതുവരെ നടന്നത്, എന്താണ് പറയാൻ പറ്റുന്നത് ഒന്നും നമുക്ക് അറിഞ്ഞിട്ടല്ലോ. അതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കും ഹാപ്പി, ഞാനും ഹാപ്പി. അങ്ങനെ ഒരു ടെക്നിക്ക്
അപ്പോൾ എല്ലാവരും പറഞ്ഞു നിന്നെ സമ്മതിക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ, ഇപ്പോൾ ഷാനവാസും ചെന്നൈയിലാണ്, നമ്മളിവിടെ നാട്ടിലുള്ള ഷൂട്ടിങ്, കുറച്ച് ദിവസമൊക്കെ എല്ലാവരും വൈകുന്നേരം കാണാം. അപ്പോൾ റഹ്മാൻ്റെ റൂമിലോട്ട് വന്നാൽ മതി. 1987 എല്ലാവരും 1987 അതൊരു തമാശയായിട്ട് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതോടെ തീരുമെന്ന് വിചാരിച്ചു. കഥയുടെ ക്ലൈമാക്സ് മദ്രാസിൽ ന്യൂ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ഞാൻ ഒരു ഡയറക്ടറെ കാണാൻ വേണ്ടി പോകുന്നു. ഡയറക്ടറുമായിട്ടൊക്കെ സംസാരിച്ച് പോകാനായിട്ട് പോയപ്പം അവിടുത്തെ ഒരു റൂം ബോയ് മലയാളിയാണ്. റഹ്മാൻ സാറും ഗ്യാങ്ങും ഉണ്ട്. റഹ്മാൻ സാറും ഗ്യാങ്ങും ഉണ്ട്. അപ്പോൾ തമിഴിലായി റഹ്മാൻ. തമിഴിൽ ഭയങ്കര അമല എന്ന് പറഞ്ഞൊരു നായിക പുതിയതായിട്ട് വന്നു. അമലയും റഹ്മാനും ഭയങ്കര ഹിറ്റായി. നാദിയ മൊയ്തും റഹ്മാനും ഹിറ്റായി. അപ്പം ആ ഒരു സിനിമ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു, ആരോ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉണ്ടോ? അപ്പം ഷൂട്ടിങ്ങിന് പോയില്ലേ, ഷൂട്ടിങ്ങിന് കുറച്ച് ദിവസം കഴിഞ്ഞേ പോകത്തുള്ളൂ, പോയിട്ട് വന്നതാ എന്താ കണ്ട പറഞ്ഞു. അപ്പം ഞാൻ വന്ന് കഥകി തട്ടിയപ്പോൾ അകത്തുനിന്ന് യെസ് കമിൻ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് റഹ്മാൻ, അപ്പുറത്ത് ഷാനവാസ് കുറച്ച് മാറി. കംപ്ലീറ്റ് ആ സമയത്തുള്ള ചില തമിഴ് ആൾക്കാർ എല്ലാവരും ഉണ്ട്. റഹ്മാൻ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇത് നമുക്ക് ലോട്ടറി അടിച്ച്, ഇനി ഇവൻ ഭയങ്കര കോമഡിയാണ്, ഭയങ്കര അറിഞ്ഞൂടെ ഇതൊക്കെ ഇനി ഇരുന്ന്. അപ്പോൾ ഞാൻ ഷാനവാസ് കുറച്ച് കാലമായി, മറ്റേ 1997 പോയി മറന്നുപോയി, എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ഷാനവാസ് ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്, എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം ഞാൻ നോക്കിയിട്ട് ചിരിക്കാൻ നോക്കിയിട്ടൊന്നും അത്ര ചിരിയില്ല. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഞാൻ ചോദിച്ചു എന്താ അയ്യോ നിൻ്റെ കാര്യം വല്ലതും അറിഞ്ഞോ, ഭയങ്കര കഷ്ടമായി പോയി, നമ്മൾ ഊട്ടിയിൽ ഷൂട്ട് ചെയ്യേണ്ടതാണ്. ആ നീ വന്നത് നന്നായി. ഞാൻ ചോദിച്ചു എന്താണ്? എടാ നീ അന്ന് ഈ ഷാനവാസിനെ പറ്റി ഒരു കോമഡി പറഞ്ഞില്ലേ 1987. ഞാൻ പറഞ്ഞു അത് എന്ത് ഞാൻ പറഞ്ഞിട്ട് ഏക്കുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല, നമ്മളത് നീ പറഞ്ഞാലേ ശരിയാകത്തുള്ളൂ, ഒന്ന് പറയടാ. അതുകൊണ്ട് ബാക്കിയുള്ള അല്ലാതെ ഇവൻ അത് കൊളമാക്കി, അതിനകത്ത് എന്തോ കോമഡി ഉള്ളത്, എന്താണ് എന്തോ നീ ഒന്ന് പറ. ഷാനവാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷാനവാസിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പറയാൻ പാടില്ല, അല്ലെങ്കിൽ തന്നെ ഷാനവാസിന് മുമ്പിൽ ആ വിഷയമേ ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ള സാമാന്യ മര്യാദ ഇയാൾക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഉപകഥയുടെ പറയാണ്. നമ്മൾ 3-4 ഫ്രണ്ട്സിൽ നിൽക്കുന്നു. അപ്പം ഒരു ഫ്രണ്ട് പറയുന്നു, മുകേഷേ നമ്മൾ നേരെ വീട്ടിൽ പോകാണ്, സിനിമയ്ക്കൊന്നും പോകുന്നില്ലല്ലേ. അതായത് പുതിയൊരാൾ വന്നപ്പം നമ്മൾ സിനിമയ്ക്ക് പോകുന്നത് അവനറിയരുത്, അവനും കൂടെ വരണ്ട, നമ്മളല്ലാതെ പോയാൽ മതി, അവൻ വന്നു കഴിഞ്ഞാൽ കുഴപ്പക്കാരനാണ്. ഇച്ചിരി കുഴപ്പക്കാരനായിട്ടുള്ള ഒരു ഫ്രണ്ട് വന്നു. അപ്പോൾ ഈ പറയുന്ന ആൾ എന്നെ നോക്കിയിട്ട് മുകേഷ് നമ്മൾ നേരെ വീട്ടിൽ പോവില്ലേ, എല്ലാവരും പിരിയല്ലേ, നമ്മളങ്ങ് വിറങ്ങും പോകുന്നില്ലല്ലോ. ഉണ്ട് ഞാൻ അല്ല എന്ന് പറഞ്ഞ അയാൾ നോക്കി നിൽക്കുക. ഇയാൾ എന്നെ നോക്കിയിട്ട് ഒന്ന് ഞാൻ ഇനിയിപ്പം നമ്മളെങ്ങും പോകുന്നില്ല കേട്ടോ, സിനിമ പരിപാടിയൊക്കെ ക്യാൻസൽ ചെയ്തു. വീണ്ടും എന്നെ നോക്കിയിട്ട് ആ പയ്യൻ നോക്കി നിൽക്കുക. ഞാൻ പറഞ്ഞു ഡേ അറിഞ്ഞൂടെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, നീ വേണമെങ്കിൽ എന്നെ കണ്ണാടിച്ച് കാണിച്ചു, അവൻ കാണരുത്. ഇത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു നിയമമാണത്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അർത്ഥമുണ്ട്. അവൻ കണ്ടു കഴിഞ്ഞാൽ അവൻ അറിഞ്ഞൂടെ ഇത് നമ്മൾ കള്ളത്തരം പറയുകയെന്ന്. ഓ അത് നിഷ്കളങ്കതയുടെ മറ്റൊരു മുഖമാണ്. അതേപോലെ റഹ്മാൻ പറയുന്നു ഒന്ന് പറയണം പ്ലീസ്, എങ്ങനെയാണ് ഫസ്റ്റ് എങ്ങനെയാണ് 1980 ഷാനവാസ് കുറച്ച് ആർക്കാരും ദേഷ്യം വരും. കാര്യം നമ്മൾ ഇതൊരു എന്താ കൂട്ടിച്ചോദിപ്പിൻ്റെയൊക്കെ ഒരു വേറൊരു ലൈൻ നമ്മളൊരു തമാശയ്ക്ക് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു റഹ്മാൻ എന്താണ് ആക്ച്വലി ഇത് സംഭവിച്ചത് ഷൂട്ടിങ്ങിൻ്റെ? എൻ്റെ മുകേഷേ നമ്മളെല്ലാം ഇതങ്ങ് മറക്കും. നമ്മളെല്ലാവരും ഇവിടെ ഊട്ടി ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അമലയുടെ ഡേറ്റ് ശരിയല്ല. അമലയുടെ ഡേറ്റ് ഇനി 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവന്മാർ മേടിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഇവന്മാർ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ പിന്നെ ആ ദിവസം കഴിഞ്ഞല്ലേ പോകത്തുള്ളൂ. ഞാൻ ഈ കഷ്ടപ്പെട്ട് ഊട്ടിയിൽ വരെ പോയി എന്താ ചെയ്യാനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്ന് സമാധാനിച്ച്. ഇവൻ ഈ നിഷ്കളങ്കതയുടെ പര്യായതുകൊണ്ട് അതങ്ങ് മറന്നു. ഞാൻ പറഞ്ഞു 1987 ഞാൻ പറഞ്ഞു 1987 എന്തോന്ന് 1987 ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ മറന്നുപോയി.
നീ ചുമ്മാ ഇന്നാളിലും പറഞ്ഞു ഭയങ്കര രസമാണ് ഷാനവാസ, നീ പോവല്ലേ, ഇത് കേട്ടിട്ടേ പോകാവൂ. ഓരോ പ്രാവശ്യവും 90 എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം എന്തിനു ചിരിയരുത്. ഷാനവാസ് ഞാൻ ഇത് ഇനിയിപ്പോൾ എന്നാ വെച്ചിരിക്കുന്നത് ഷൂട്ടിങ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ 1-ാം തീയതി മുതൽ. അപ്പോൾ അതാണ് പിന്നെ അമലയുടെ ഡേറ്റ് ഉള്ളത് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഊട്ടിയിൽ നിന്ന് മാറി കൂനൂരാക്കി. ഊട്ടിയിൽ ആ ഹോട്ടലും ഇല്ല, അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള പെർമിഷനും ഇല്ല. ഇനി എല്ലാവരും കൂടെ കൂനൂർ വെച്ചിട്ട് അതിൻ്റെ ഇനി ലൊക്കേഷൻ കണ്ടുപിടിച്ച് അപ്പോൾ ഞാൻ സമാധാനമായി, ഇവനതങ്ങ് വിട്ട്. ഒരു സൈലൻസ് വന്നിട്ട് അവൻ്റെ തീർന്ന് അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് 1987. അപ്പം ഞാൻ പറഞ്ഞു 1987 ഏത്? ആദ്യമായിട്ട് ഷാനവാസ് പറ. ചിലപ്പോൾ ഷാനവാസ് ഇവർ പറയുന്ന പോലെ തന്നെ എന്തായാലും ഇത്രയായില്ലേ, ഫുൾ പറ, 1987 പറ. ഞാൻ പറഞ്ഞു ഷാനവാസ്, ഇത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റഹ്മാന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇതൊരു മലയാളിത്തത്തിൻ്റെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇതെല്ലാവർക്കും നമ്മളെല്ലാവർക്കും മനസ്സിലാവുന്ന അങ്ങനെ പിന്നെ റഹ്മാൻ പറഞ്ഞു, നിൻ്റെ ജോടയൊന്ന് കാണിക്കത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി വണ്ടി മുന്നോട്ട് പോകത്തില്ല. ഞാൻ പണ്ട് ആ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞ ആ ഇൻ്റർനാഷണൽ നിയമം, ഒരാൾ കാണാതെ വേണം കണ്ണടിക്കാൻ, ഒരാൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം ഉണ്ടാകും. ഇത് ഞാനില്ലാത്ത സമയത്ത് പറഞ്ഞ് ചിരിക്കേണ്ട ചില തമാശകളുണ്ട്. അതൊന്നും ഞാൻ ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും പ്രയാസമാണ്. അതൊരു ചെറിയ ഒരു സംഭവമാണ്. ഞാൻ ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞു, ഷാനവാസ്, ഞാനത് പറഞ്ഞത് എനിക്ക് വിഷമമുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുന്നു. ഞാനത് എപ്പോഴോ ഒരു തമാശയ്ക്ക് ഞാനിങ്ങനെ ഷാനവാസ് പിശുക്കനാണെന്ന് പറഞ്ഞ് അതല്ല എന്ന് തെളിയിച്ച ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. പിശുക്കനാണെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പറച്ചിലുണ്ട്. അതിപ്പം ഷാനവാസിൻ്റെ അടുത്ത് അതും പറയാൻ പാടില്ല. പക്ഷേ ഇത് ഞാൻ സത്യം പറഞ്ഞതുകൊണ്ടാണ്. ഇത് അതല്ലാതെ 1987 എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് ചുമ്മാ. പിന്നെ റഹ്മാൻ ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെ പറയാൻ പാടില്ല റഹ്മാൻ. ഞാൻ പോട്ടെ എല്ലാവരും എന്ന് പറഞ്ഞു. എങ്ങനെയോ അവിടുന്ന് രക്ഷപ്പെട്ടു 1987 നിന്നും. പിന്നീട് ഷാനവാസ് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. അതൊക്കെ ഷാനവാസിന് മനസ്സിലായി. റഹ്മാൻ പല സന്ദർഭങ്ങളിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും റഹ്മാനെ ഞാൻ ബഹുമാനിക്കുകയും ഞാൻ ആദരിക്കുകയും ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ റഹ്മാൻ്റെ ഒരു കഠിനാധ്വാനം, റഹ്മാൻ്റെ ഒരു ഭയങ്കരമായ സിൻസിയർ അപ്രോച്ച് സിനിമയ്ക്ക് വേണ്ടി. നമ്മളെന്നാൽ ഞെട്ടിപ്പോകുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കലാപരിപാടിയായിട്ട് പോയാലും ഒരു ഷൂട്ടിങ്ങായിട്ട് പോയാലും എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനായിട്ട് പോയാലും രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ കാണുന്നത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വന്നു കയറുന്ന റഹ്മാനാണ്. അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര കുറ്റബോധം പല സന്ദർഭങ്ങളും തോന്നിയിട്ടുണ്ട്. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എവിടെയാണ് ജിമ്മ്, എത്ര മണിക്ക് തുറക്കും, ആരാണ് അവിടുത്തെ ഇൻസ്ട്രക്ടർ, ഇതെല്ലാം ആദ്യം നമ്മൾ വേറെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇദ്ദേഹം ഈ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ടാലൻസ്, എക്സ്പീരിയൻസ് കൊണ്ട് ഒരാൾ ഏറ്റവും വലിയ നടൻ ആകും. എക്സ്പീരിയൻസ് ആണ് ഒരു നടന് വേണ്ടതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം റഹ്മാനാണ്. തെലുങ്കിൽ എന്ത് വലിയ റെമ്യൂണറേഷൻ മേടിച്ചിട്ടാണ്, തമിഴിൽ, കന്നഡത്തിൽ, മലയാളത്തിൽ എല്ലാം റഹ്മാൻ നിറഞ്ഞു നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടന് വേണ്ടത് ഫ്ലെക്സിബിലിറ്റിയാണ്, ഫിറ്റ്നസ്സാണ്. ഇത് നമ്മുടെ മുമ്പിൽ ഉദാഹരണമായിട്ട് നൽകുന്ന ഒരാളാണ് റഹ്മാൻ. ഓൾ ദി ബെസ്റ്റ് റഹ്മാൻ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.